ഗുഡ് മോർണിംഗ്. ദേ ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ദേ രാവിലെ തന്നെ എഴുന്നേറ്റു. അപ്പോൾ എല്ലാ ദിവസത്തെ പോലെ തന്നെ ഇന്നും എഴുന്നേക്കാൻ വൈകിപ്പോയി. കാര്യം നേരത്തെ എഴുന്നേക്കാനായിട്ട് അലാറമൊക്കെ കറക്റ്റ് ടൈമിനൊക്കെ വയ്ക്കും. പക്ഷെ അലാറം അടിക്കും, ഞാൻ അറിയും. പക്ഷെ എഴുന്നേക്കാൻ ഇച്ചിരി വൈകി എഴുന്നേക്കുള്ളൂ. എന്നും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതേ അപ്പോൾ വേഗം വേഗം കാര്യങ്ങൾ ചെയ്യാണ്. പിള്ളേർക്ക് ഇന്ന് സ്കൂളുണ്ട്. അപ്പോൾ ലഞ്ച് കൊടുത്തു വിടണം. അപ്പോൾ ഞാൻ അരിക്കുള്ള വെള്ളം ഇൻറ്റൻഷനിൽ വെച്ച് വേഗം ഫ്രിഡ്ജിൽ ഇരിക്കണ്ടായിരുന്ന പാലെടുത്തിട്ട് വേഗം ചേട്ടന് കാപ്പിയും എനിക്ക് കുറച്ച് ചായയും വെക്കാം കേട്ടോ. കാരണം ചേട്ടൻ നേരത്തെ പോകണം. 6:45 ചേട്ടൻ പോവും. അപ്പോൾ അതെ അരി കഴുകി ഇൻറ്റൻഷനിലേക്ക് ഇടാൻ പോവാം. ഇന്ന് പിള്ളേർക്ക് സ്കൂളുണ്ട്. അപ്പോൾ സ്നാക്സ് ഒന്നും ഞാൻ ഇന്നിപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് മതി എന്ന് പറഞ്ഞാണ്. അപ്പോൾ അതാണ് എനിക്ക് സ്നാക്സ് ആയിട്ടൊന്നും ഉണ്ടാക്കണ്ട. ഒരാൾക്ക് മാത്രം കൊണ്ടുപോയത് കേട്ടോ. പിള്ളേർക്ക് എന്ന് പറയാനായിട്ട് അച്ചുവിന് മാത്രമേ സ്നാക്സ് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. കണ്ണൻ 4ാം ക്ലാസ്സായി, കണ്ണന് സ്നാക്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ എന്നാലും ചില ദിവസമൊക്കെ അച്ചുവിനാകുമ്പോൾ അമ്മ എനിക്കും വേണമെന്ന് പറയുമ്പോൾ ഞാൻ അവനും കൊടുത്തു വിടും. കാരണം അവന് സ്നാക്സ് കഴിക്കാൻ പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. അപ്പോൾ അവൻ വണ്ടി തിരിച്ചു വരുന്ന സമയത്ത് വണ്ടിയിലിരുന്ന് കഴിക്കും. അങ്ങനെ അരി ഇട്ടു. അപ്പോൾ പിള്ളേർക്ക് ഇന്നിപ്പോൾ ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ചോറിന് ഞാനങ്ങനെ ചാറുകറി ഒന്നും സ്കൂളിലേക്ക് കൊടുത്തു വിടാറില്ല കേട്ടോ. എന്തെങ്കിലും ചിലപ്പോൾ ചില ദിവസം മിക്ക ദിവസവും തോരനും പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല ചിക്കൻ ചെറിയ പീസായിട്ട് നമ്മൾ 65 ഒക്കെ പോലെ ചെറുതായിട്ട് വറുത്ത് ചെറിയ പീസായിട്ട് കൊടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ പപ്പടം, അച്ചാർ അങ്ങനെ കൊടുത്തു വിടാറുള്ളൂ. തോരനും ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തു വിടാറില്ല. അല്ലാണ്ട് ചാറുകറിയായിട്ട് കൊടുത്തു വിട്ടാൽ ഒന്നാമത് ഇവർക്കത് ഇഷ്ടമല്ല. പിന്നെ അത് സ്കൂളിൽ വെച്ച് അത് മൊത്തം കൈമയൊക്കെ ആവുന്നുള്ളൊക്കെ ഒരു മടി കാരണം കൊണ്ട് ഇങ്ങനെ ചെയ്യാം. അങ്ങനെ വേഗം വേഗം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ബീറ്റ്റൂട്ട് സാധാരണ തലേ ദിവസം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടാട്ടോ കിടന്നുറങ്ങാറ്. അപ്പോൾ ഇന്നലെ സൺഡേ ആയിരുന്ന കാരണമുണ്ട് ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണമുണ്ട് എനിക്ക് അരിഞ്ഞു വയ്ക്കാൻ പറ്റിയില്ല. അത് കാരണമുണ്ട് ഇന്ന് രാവിലെ ആണ് അരിഞ്ഞത്. ഇങ്ങനെ ഞാൻ അരിയാറുള്ളൂ. ഇങ്ങനെ മറ്റേ നമ്മുടെ കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ അപ്പം എല്ലാ പ്രാവശ്യവും എൻ്റെ കൈ മുറിയും. അതെന്താണെന്നറിയില്ല. സാധാരണ എല്ലാവരും കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയണതാണ് സേഫ് എന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് കട്ടിംഗ് ബോർഡിൽ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ മിക്ക പ്രാവശ്യവും മുറിയാറുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ അരിയും? ഒട്ടുമിക്ക പ്രാവശ്യം ഇങ്ങനെ അരിയാറ്. ഇനി അഥവാ ഒട്ടും സമയമില്ല, ഒരുപാട് ലേറ്റായി വേഗം അരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം ചോപ്പർ എടുക്കുള്ളൂ കേട്ടോ. ഇങ്ങനെ അരിഞ്ഞാൽ എനിക്കൊരു മനസ്സിനൊരു തൃപ്തി വരുള്ളൂ. അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോഴേക്കും പാല് വന്നു. പാല് എടുത്തത് അമ്മയാട്ടോ. അമ്മ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ക്യാമറ ഇരിക്കണുണ്ടപ്പോൾ അമ്മ വേഗം അയ്യോ എന്ന് പറഞ്ഞ് വേഗം പുറത്തേക്കാണ് പോയി. അങ്ങനെ അമ്മ നമ്മൾ ഒരുമിച്ചല്ല താമസിക്കണത്. ഇവിടെ അടുത്താണ്. അടുത്ത ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ ഞങ്ങൾ താമസിക്കുന്നത് തമ്മിൽ. പക്ഷേ അച്ഛനാണ് നമ്മുടെ ഷോപ്പിൽ രാവിലെ തന്നെ ആദ്യം വരുന്ന ആൾ. അപ്പോൾ അച്ഛൻ കടയിലേക്ക് വരുമ്പോൾ അമ്മേനെ ഇവിടെ ആക്കിയിട്ടാണ് അച്ഛൻ കടയിലേക്ക് പോവുക. കാരണം എല്ലാ ദിവസവും അല്ല കേട്ടോ, ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ മാത്രം. അപ്പോൾ അമ്മയ്ക്ക് നമ്മുടെ അമ്മമാർക്ക് അറിയാമല്ലോ. കാരണം നമ്മളിപ്പം ഇവിടെ 3 പിള്ളേരാണ്. ചില ദിവസങ്ങളിലൊക്കെ രാവിലെ ഞാൻ എഴുന്നേക്കണതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ കൂടെ ചിലപ്പോൾ ഗൗരി എഴുന്നേറ്റ് വരും. അപ്പോൾ ഗൗരി എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവൾ ഒന്നുകിൽ എൻ്റെ എടുക്കാൻ പറഞ്ഞ് വാശി പിടിച്ച് അങ്ങനെയായിരിക്കും. പിന്നെ ചേട്ടനാണെങ്കിലും രാവിലെ ഷോപ്പിലേക്ക് നേരത്തെ പോകേണ്ട കാരണമുണ്ട് അങ്ങനെ കൊച്ചിനെ നോക്കാനായിട്ട് ടൈം കിട്ടില്ല. അപ്പോൾ അമ്മ പറഞ്ഞത് എനിക്ക് വലിയൊരു ഹെൽപ്പാണ് ക്ലാസ്സുള്ള ദിവസങ്ങളിൽ. അങ്ങനെ അമ്മയാട്ടോ എനിക്കിങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ തൊലി കളഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് തരുന്നൊക്കെ ആള്. അമ്മ ഫ്രീ കിട്ടുന്ന ടൈമിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് എനിക്ക് തരും. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസം അത് ഉപ്പേരി വയ്ക്കുന്ന സമയത്ത് ഇതുപോലെ എടുത്ത് വേഗം ഒന്ന് ചതച്ചിട്ട് വേഗം പണി കഴിക്കാം. അങ്ങനെ ബീറ്റ്റൂട്ട് തോരൻ വെച്ചു. അപ്പോൾ കറി വെക്കാനായിട്ട് നോക്കിയപ്പോൾ മോരുകറി വെക്കാൻ ആദ്യം തീരുമാനിച്ചേ. പക്ഷേ മോരുകറി വെക്കാൻ നോക്കിയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു മോരുകറി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. രാജേഷേട്ടന് മോരുകറി അങ്ങനത്തെ സംഭവത്തിനോടൊന്നും വലിയ പുളിശ്ശേരി അങ്ങനെയൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് പരിപ്പ് ഇട്ടിട്ട് ഈ കഷ്ണത്തിനെ കുറച്ച് പുളി ഒഴിച്ച് ഒരു കറിയായിട്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇഷ്ടമാണ് ആ കറി. പുളിങ്കറി എന്ന് പറയാം. ലാസ്റ്റ് അതിലേക്ക് കുറച്ച് കടുകും ഉലുവയും കരിവേപ്പിലയും ചെറുള്ളിയും കൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല കറിയാണ്, നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ അങ്ങനെ അതും വയ്ക്കാമെന്ന് വെച്ചപ്പോൾ അത് ഞങ്ങൾക്ക് 2 പേർക്കും മാത്രം മതി, കൊച്ചുങ്ങൾക്ക് സ്കൂളിലേക്ക് വേണ്ട. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഇടണേ. കാരണം ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, ഇപ്പോൾ 1 മാസം കൂടെ ആയിട്ടില്ല. അപ്പോൾ ഈ കാര്യം ഞാൻ ഇതുപോലത്തെ വീഡിയോസ് യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ഈ പറഞ്ഞ പോലെ എന്നും കാണുന്ന ആളാണ്. എനിക്ക്
കാര്യം വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ വേറെ TV ഷോസിനേലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം ഇങ്ങനത്തെ പരിപാടികൾ കാണും. അത് കഴിഞ്ഞ് ഇത് കണ്ടു കഴിഞ്ഞ് ഇവരുടെ ഈ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യുമെന്നല്ലാതെ ഇവരിത് ഷൂട്ട് ചെയ്യണത് എങ്ങനെയാണ്, ക്യാമറ എവിടെയാണ് വയ്ക്കണേ, എങ്ങനെയാണ് ഇതൊക്കെ എടുക്കണേ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം എനിക്കതിൻ്റെ ആവശ്യം ഇതുവരെ വന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പോഴാണ് നമ്മളിപ്പോൾ ഓരോന്നോരോന്ന് ഇതെവിടെ വച്ചാലോ കുറച്ചുകൂടെ ഭംഗി എന്നൊക്കെ ആലോചിച്ച് ഇന്നിപ്പോൾ ഞാൻ ആദ്യമായിട്ട് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലൊരു വീഡിയോ എടുത്തേക്കണത് കേട്ടോ. നിങ്ങൾക്ക് മുഷിച്ചിൽ വരണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഈ നമ്മൾ വേറൊരു യൂട്യൂബ് ചാനലിൻ്റെ പേര് പറയാൻ പാടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മിഡു. അവൾ ഇത് കാണുന്നുണ്ടോയെന്നും എനിക്കറിയില്ല. കാരണം ഞങ്ങൾ ഫ്രണ്ട്സാന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ കണ്ടിട്ട് ഒരു 10-15 കൊല്ലമായി. കാരണം എൻ്റെ പ്ലസ് ടുവിലത്തെ ഫ്രണ്ടാണ്. മിഡു എന്നാണല്ല അവളുടെ ശരിക്കുമുള്ള പേര്. ഞങ്ങൾ ഫ്രണ്ട്സ് വിളിക്കണ പേരാണ് മിഡു എന്ന്. ശരിക്കുമുള്ള പേരും ഞാൻ പറയണില്ല. ഇനിയിപ്പോൾ അതിന് വല്ല പ്രശ്നമുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞാൽ എനിക്കൊരു ടൈം പാസിന് തുടങ്ങിയതാണ് ഇത്. പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഇതൊക്കെ ഞാൻ അന്വേഷിച്ച് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്ക് അറിയില്ല അങ്ങനെ പേര് പറയാൻ പാടുമെന്ന്. അതാട്ടോ ഞാൻ പറയാത്തത്. അപ്പോൾ അവളുടെ വീഡിയോസ് എന്നും കാണും. അപ്പോൾ അവൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല കേട്ടോ. കാരണം ഇത്രയും കൊല്ലത്തെ ഗ്യാപ്പായില്ലേ. പക്ഷെ അവളുടെ ഓരോ കാര്യങ്ങളും അവളുടെ വീഡിയോസ് കണ്ട് ഇന്നലത്തെ വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് അറിയാം. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ള ആ കാര്യം ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ അങ്ങനെ എൻ്റെ ദോശ ചുടൽ ഇന്ന് രാവിലെ പിള്ളേർക്ക് ദോശയാട്ടോ. അപ്പോൾ ദോശ ചുടലും നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ അമ്മയാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് എനിക്ക് ഓരോന്ന് ക്ലീൻ ചെയ്തൊക്കെ സഹായിച്ച് തരുന്നുണ്ട്. എനിക്കപ്പോൾ ഈ അടുക്കളയിലത്തെ കാര്യങ്ങൾ മാത്രം ഒന്ന് ഇതാക്കിയാൽ മതി. ബാക്കി വീട് ഫുൾ അമ്മ ക്ലീനാക്കി തരും. അമ്മയ്ക്ക് ക്ലീനിങ്ങിനോടാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ കിച്ചണിലെ സിങ്ക് ഇങ്ങനെ പാത്രം കഴുകാനായിട്ട് നിറഞ്ഞു കിടന്നാൽ എനിക്ക് വലിയ ടെൻഷനില്ല. കാരണം എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഓരോന്നോരോന്നായിട്ട് കഴുകി എടുക്കണേലും കൂടുതൽ ഇഷ്ടം ഒരുമിച്ച് അങ്ങോട്ട് നിന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് കഴുകി തീർക്കുക, അങ്ങനെയാണ് ഇഷ്ടം. പക്ഷെ അമ്മയ്ക്ക് നേരെ തിരിച്ച്. അമ്മയ്ക്കിപ്പോൾ ജസ്റ്റ് ഒരു സ്പൂൺ അതിൽ കിടന്നു കഴിഞ്ഞാൽ അപ്പം അമ്മ അത് കഴുകി വയ്ക്കും. അപ്പോൾ അമ്മയുടെ കാര്യങ്ങൾ അമ്മ ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റേതായ കാര്യങ്ങൾ. അപ്പോൾ ലാസ്റ്റ് കറിയൊക്കെ റെഡിയായപ്പോൾ കറിയിലേക്ക് ഇടാനുള്ളത് താളിച്ച് ഇടാൻ പോവാണ്. ഇത്തിരി സാമ്പാർ പൊടി ഇട്ടു, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് അതൊന്ന് ഇളക്കി. നല്ല കറിയാട്ടോ, ഉണ്ടാക്കി നോക്കൂ. അങ്ങനെ ദോശയായി. അപ്പോൾ അപ്പോഴേക്കും സമയം 7 മണിയായി. അപ്പോൾ പിള്ളേരെ വിളിച്ചെണിപ്പിക്കണം. കൊച്ചുങ്ങൾക്കാണെങ്കിൽ സ്കൂളുള്ള ദിവസങ്ങളിൽ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണ്. അന്ന് ഭയങ്കര ഉറക്കം അവർക്ക്. എന്നാൽ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ 6 മണിയാകുമ്പോഴേക്കും എഴുന്നേറ്റ് നമ്മുടെ പിന്നാലെ ഇങ്ങനെ നടക്കും. പക്ഷേ സ്കൂള് ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ 7 മണിക്ക് ഞാൻ ചെന്ന് വിളിച്ചാലും അച്ഛനൊന്നും ഇങ്ങനെ കണ്ണ് തുറക്കാൻ കൂടെ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ പിള്ളേരെയൊക്കെ റെഡിയാക്കി. കൊച്ചുങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ വണ്ടി വരണതിന് ഒരു 10 മിനിറ്റ് മുന്നേ റെഡിയാക്കി. ഇങ്ങനെ പിള്ളേരെ നിർത്തിയില്ലെങ്കിൽ നമുക്ക് ആ വണ്ടി വരുന്ന സമയത്ത് ഓടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര മനസ്സിനൊരു ബുദ്ധിമുട്ടാണ്. കാരണം എന്തെങ്കിലും എടുക്കാൻ മറന്നോ എന്താണെന്നൊരു ടെൻഷനാണ്. അപ്പോൾ പിള്ളേരെ എല്ലാ ദിവസവും ഇതുപോലെ വണ്ടി അവരുടെ സ്കൂൾ ബസ് വരുന്നതിന് കുറച്ച് മുന്നേ നമ്മളിങ്ങനെ റെഡിയാക്കി നിർത്തും. പക്ഷേ ആ സമയത്ത് അവൻ എന്തെങ്കിലും മറക്കും. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണെങ്കിൽ റോഡാണ്. അപ്പോൾ ഗൗരി ഇങ്ങനെ ഗേറ്റ് തുറന്നിട്ട് ഗൗരി ഇങ്ങനെ റോട്ടിലേക്ക് ഓടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ തന്നെ രാവിലെ അമ്മ വരുന്നത് വലിയൊരു ഹെൽപ്പാട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ സ്കൂൾ ബസ് വരാറായി. അപ്പോൾ എല്ലാം റെഡിയാക്കി, ബാഗും പിള്ളേരൊക്കെ റെഡിയായി. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിന്ന് അവർ കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ബസ്സിൻ്റെ സൗണ്ട് വന്നപ്പോഴാണ് അവൻ പെട്ടെന്ന് ഓർത്ത് അയ്യോ അമ്മ TP ബുക്ക് മറന്നു. അങ്ങനെ ഞാൻ വേഗം ഓടിക്കയറിപ്പോയി TP ബുക്ക് കൊടുത്ത് വച്ച് പിള്ളേരെ സ്കൂളിലേക്ക് വിടാണ്. ഇതാണ് കേട്ടോ രാവിലത്തെ എൻ്റെ മെയിൻ ടാസ്ക്. ഒരു ദിവസത്തെ എനർജി മൊത്തം ഇതിനു വേണ്ടി പോകുന്നു തോന്നുന്നത്. കാരണം കുക്കിങ്ങിനല്ല സമയം പോണത്. പിള്ളേരെ രാവിലെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നിർത്താം. അപ്പോൾ ഗൗരിയാണെങ്കിൽ സ്കൂൾ ബസ്സിലത്തെ കൊച്ചുങ്ങൾക്കൊക്കെ ടാറ്റ കൊടുത്ത് ഗൗരി എൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ടാസ്ക് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നട തുറക്കണ ദിവസമാണ്. തൊട്ടടുത്ത അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ നിന്ന് ഒരു 3 വീട് അപ്പുറത്ത് ഒരു പാടത്തിൻ്റെ നടുക്ക് ഒരു കുഞ്ഞ് അമ്പലം. എന്താ പറയുക, നല്ല ഭംഗിയാണ് അവിടെ. കാരണം അധികം റോഡും ഒച്ചപ്പാടും അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഒരു പാടത്തിൻ്റെ നടുക്കായിട്ടൊരു ചെറിയ അമ്പലം, വനദുർഗാ ദേവീ ക്ഷേത്രം, പന്തലക്കുളം വനദുർഗാ ദേവീ ക്ഷേത്രം. അപ്പോൾ ഇവിടെ എല്ലാ ദിവസവും നട തുറക്കില്ല. മാസത്തിൽ ഒരു ദിവസവും പിന്നെ ചില വിശേഷ ദിവസങ്ങളിൽ മാത്രമേ നട തുറക്കുള്ളൂ. അപ്പോൾ ഇന്നിവിടെ സർപ്പപൂജയുണ്ട്. അപ്പോൾ ഞാനും ഗൗരിയും
അതെ, അമ്പലത്തിൽ പോയി തൊഴുത്. അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ പാടത്തിൻ്റെ ഇങ്ങനെ ചുറ്റും പാടം, അതിൻ്റെ നടുക്കൊരു കുഞ്ഞമ്പലം. നല്ല രസമാണ് കേട്ടോ അവിടെ. ആ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട് കാണാൻ പറ്റും. ഇപ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ നട്ടിട്ടുള്ളൂ. അത് വാഴയൊക്കെ വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ തൊഴൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വീട്ടിലേക്ക് തിരിച്ചു വരാണ്, ഞാനും ഗൗരിയും. അങ്ങനെ നമ്മുടെ അമ്പലത്തിൽ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വന്നിരുന്നതാണ്. കാരണം നമ്മൾ നടന്നാൽ പോയി ഇത്തിരി ദൂരമുള്ളൂ ഇവിടുന്ന്. കുറച്ച് ദൂരം പറഞ്ഞാൽ അധികം നടക്കാനില്ല. പക്ഷെ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഇത് കാരണം കൊണ്ട് ഇവിടെ എടുത്തുകൊണ്ട് നടന്നു വന്നതുകൊണ്ട് ഇച്ചിരി നേരം ഇരിക്കാതെ. ഗൗരിയമ്മയാണെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദം ഇരുന്ന് കഴിക്കാൻ അവലും മധുരമൊക്കെ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.